ദീപാവലി കഴിഞ്ഞപ്പോൾ അന്തരീക്ഷ മലിനീകരണം കാരണം ഡൽഹി മൊത്തം ഇപ്പോൾ പൊല്യൂട്ടഡ് ആണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ കൃത്രിമ മഴ പെയ്യിച്ചു. എന്താണ് കൃത്രിമ മഴയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ചിലയിടങ്ങളിൽ മേഘം വന്നു, പക്ഷെ മഴയില്ല. ചിലയിടങ്ങളിൽ തീവ്രമായ ചൂടും അഗ്രികൾച്ചർ അതുകൊണ്ട് നശിച്ചും പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് മഴ പെയ്യിക്കാം. വായു മലിനീകരണം അതിശക്തമാകുമ്പോഴും നമുക്ക് മഴ പെയ്യിപ്പിച്ച് വായു മലിനീകരണം ക്രമീകരിക്കാം. ഇങ്ങനെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഇതിനുണ്ട് കേട്ടോ. കൃത്രിമമായ മഴ നമുക്ക് പെയ്യിക്കാനായിട്ട് കുറേ അധികം മാർഗ്ഗങ്ങളുണ്ട്. എന്താണ് കൃത്രിമമായ മഴ എന്നറിയണമെങ്കിൽ ആദ്യമായി നമ്മൾ മഴ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ആദ്യം അറിയണം. അത് സിമ്പിളായിട്ട് നമുക്ക് പറയാം. ജലാശയങ്ങളിലെ വെള്ളം, അതായത് കെട്ടിക്കിടക്കുന്ന തോട്, അരുവി, പുഴ, കടൽ, അവിടെയുള്ള വെള്ളമെല്ലാം നമ്മുടെ സൂര്യൻ്റെ അതിതീവ്രമായ ചൂടിൽ മേളിലോട്ട് നീരാവിയായിട്ട് പൊങ്ങിപ്പോകുന്ന ഈ നീരാവി കൂടിച്ചേർന്ന് ഒരു മേഘമായി രൂപപ്പെടുന്നു. മേഘം മഴയായി പെയ്തിറങ്ങുന്നു. ഇതാണ് യൂഷ്വൽ മഴ സൈക്കിൾ. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ മഴ കാറ്റിൻ്റെ സാഹചര്യം അനുസരിച്ച് നീങ്ങിപ്പോകും. ചിലയിടങ്ങളിൽ കണ്ടിട്ടില്ലേ, മഴ തങ്ങി നിന്നങ്ങ് പെയ്യും. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ചിലയിടങ്ങളിൽ ഖനീഭവിച്ച ഈ മേഘപാളികൾ വലിയ വലിയ ഐസ് ക്യൂബ്സ് ആയിട്ട് തന്നെ കാറിൻ്റെ പുറത്തും വലിയ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലയിടങ്ങളിൽ വെച്ച് പെട്ടെന്ന് ഈ നാട്ടിലോട്ട് വലിയ വലിയ നഗരങ്ങളിലേക്ക് ഈ ഖനീഭവിച്ച മേഘപാളികൾ എത്തുന്നതിന് മുന്നേയും നമ്മൾ ഈ ആർട്ടിഫിഷ്യലി ക്ലൗഡ് സീഡിങ് നടത്താറുണ്ട്. ക്ലൗഡ് സീഡിങ് എന്ന് വെച്ചാൽ 3 തരത്തിലാണ് നമുക്കിത് ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തത് സ്റ്റാറ്റിക് ക്ലൗഡ് സീഡിങ്, അതായത് കൃത്രിമമായി കെമിക്കൽ ഏജൻസ് സ്പ്രേ ചെയ്തുകൊണ്ട് മഴ പെയ്യിക്കുന്ന രീതി. രണ്ടാമത്തത് ഡൈനാമിക് ക്ലൗഡ് സീഡിങ്, അതായത് വെർട്ടിക്കൽ കറണ്ട് കൂട്ടിക്കൊണ്ട് താഴെ നിന്നുള്ള നീരാവി ക്ലൗഡ്സിലോട്ട് എത്തിക്കുമ്പോൾ കൂടുതലായിട്ട് ജലബാഷ്പം ക്ലൗഡിലെത്തി പെട്ടെന്ന് മഴ പെയ്യും. ആ ഒരു സാഹചര്യം ഡൈനാമിക്. മൂന്നാമതെന്ന് വെച്ചാൽ ഹൈഗ്രോസ്കോപ്പിക് ക്ലൗഡ് സീഡിങ്. ഹൈഗ്രോസ്കോപ്പിക് ക്ലൗഡ് സീഡിങ്ങിന്റെ മീനിങ് തന്നെ ജലത്തെ അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്യുന്നു എന്നാണ്. നമ്മുടെ സാധാരണ ഉപ്പ് നമ്മൾ മേശപ്പുറത്ത് തുറന്നു വെച്ചാൽ പോലും അന്തരീക്ഷത്തിൽ നിന്ന് അത് ജലം വലിച്ചെടുത്ത് അലിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ഒരു പ്രക്രിയ തന്നെയാണ് അത് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ മേഘത്തിലോട്ട് നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് കൊണ്ടുപോയതിന് ശേഷം അവിടെ ഈ ഉപ്പ് പോലുള്ള വസ്തു വിതറുമ്പോഴേക്കും അത് ഘനീഭവിച്ച് താഴെ മഴയായിട്ട് പെയ്യുന്നു. സിമ്പിൾ. ഇതാണ് കൃത്രിമ മഴ. കൃത്രിമ മഴയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.